നമസ്കാരം. കേരള വിഷൻ ടൈം ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ജില്ലയിൽ രണ്ടിടത്തു കൂടി പക്ഷിപ്പനി എന്ന സംശയം. അമ്പലപ്പുഴ വടക്ക് മുട്ടാർ പഞ്ചായത്തുകളിലാണ് താറാവുകൾക്ക് രോഗമുള്ളതായി സംശയിക്കുന്നത്. ചത്ത താറാവുകളിൽ നിന്ന് സാമ്പിളുകൾ ശേഖരിച്ച് ഭോപ്പാലിലെ അതിസുരക്ഷാ പക്ഷി രോഗനിർണയ ലാബിലേക്ക് അയച്ചു. മുൻ കേന്ദ്രമന്ത്രി വയലാർ രവിയുടെ രാഷ്ട്രീയ ജീവിതത്തിലെ ജീവചരിത്രങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള സുവനീർ പ്രകാശനം നടന്നു. AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ പ്രകാശന കർമ്മം നിർവഹിച്ചു. 17 വർഷം ജോലി നോക്കിയ താൽക്കാലിക ജോലിക്കാരനെ സർക്കാർ സർവീസിൽ നിന്നും രാത്രി 12 മണിക്ക് ഫോണിൽ വിളിച്ച് ജോലി നിഷേധിച്ച വിചിത്ര സംഭവം. തുറവൂർ വളമംഗലം തെക്ക് കൂറ്റുചിറയിൽ പട്ടികജാതിക്കാരനായ പ്രകാശനാണ് ഈ ദുരനുഭവം നേരിടുന്നത്. പ്രസിദ്ധമായ എടത്വ പള്ളിയിലെ തിരുനാൾ ഏപ്രിൽ 27 മുതൽ മെയ് 7 വരെ നടക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി സംഘാടകർ. ജില്ലയിൽ രണ്ടിടത്തുകൂടി പക്ഷിപ്പനി എന്ന സംശയം. അമ്പലപ്പുഴ വടക്ക് മുട്ടാർ ഗ്രാമപഞ്ചായത്ത് എന്നിവിടങ്ങളിലാണ് താറാവുകൾക്ക് പക്ഷിപ്പനിയുള്ളതായി സംശയം. ചത്ത താറാവുകളുടെ സാമ്പിളുകൾ ശേഖരിച്ച് പരിശോധനയ്ക്ക് അയച്ചു. ജില്ലയിൽ രണ്ടിടത്തുകൂടി പക്ഷിപ്പനി എന്ന സംശയം. മുട്ടാർ, അമ്പലപ്പുഴ വടക്ക് പഞ്ചായത്തുകളിലാണ് താറാവുകൾ ചാവുന്നതായി കണ്ടെത്തിയത്. ഇവയിൽ നിന്നും സാമ്പിൾ ശേഖരിച്ച് ഭോപ്പാലിലെ അതിസുരക്ഷാ പക്ഷിരോഗ നിർണയ ലാബിലേക്ക് അയച്ചിട്ടുണ്ട്. 3 ദിവസത്തിനുള്ളിൽ പരിശോധനാ ഫലം ലഭിച്ചേക്കും. എങ്കിൽ മാത്രമേ പക്ഷിപ്പനി സ്ഥിരീകരിക്കാനാവൂ. ചെറുതന, എടത്വ പഞ്ചായത്തുകളിലെ 3 കർഷകരുടെ താറാവുകൾ ചത്തതിനെ തുടർന്ന് നടത്തിയ പരിശോധനയിൽ പക്ഷിപ്പനി സ്ഥിരീകരിച്ചിരുന്നു. ഇവിടങ്ങളിലായി 17,480 താറാവുകളെ കൊന്ന് മറവ് ചെയ്തിരുന്നു. ആലപ്പുഴയിൽ പക്ഷിപ്പനി കണ്ടെത്തിയ സാഹചര്യത്തിൽ തമിഴ്നാട് ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചു. അതിർത്തികളിൽ കർശന പരിശോധനയും. ആലപ്പുഴയിൽ പക്ഷിപ്പനി കണ്ടെത്തിയതിനെ തുടർന്ന് തമിഴ്നാട് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതിർത്തികളിൽ പരിശോധന ശക്തമാക്കും. കേരളത്തിൽ നിന്നുള്ള കോഴി, കോഴിവളം, കോഴിമുട്ട, കോഴിക്കുഞ്ഞുങ്ങൾ, താറാവ് മുട്ട എന്നിവയുമായി വരുന്ന വാഹനങ്ങൾ തിരിച്ചയക്കും. വാളയാർ ഉൾപ്പെടെ 12 ചെക്ക് പോസ്റ്റുകളിൽ മൃഗസംരക്ഷണ വകുപ്പിന്റെ സംഘത്തെയും നിയോഗിച്ചിട്ടുണ്ട്. വെറ്റിനറി ഡോക്ടർ, വെറ്റിനറി ഇൻസ്പെക്ടർ, 2 വെറ്റിനറി അസിസ്റ്റന്റുമാർ എന്നിവരടങ്ങുന്നതാണ് സംഘം. കേരളത്തിൽ നിന്നും കോയമ്പത്തൂരിലേക്ക് വരുന്ന വാഹനങ്ങൾ അണുവിമുക്തമാക്കും. തമിഴ്നാട്ടിൽ നിലവിൽ ഇതുവരെ പക്ഷിപ്പനി കണ്ടെത്താനായിട്ടില്ല. ടൈനൂസ്, ആലപ്പുഴ. 17 വർഷം ജോലി നോക്കിയ താൽക്കാലിക സർക്കാർ ജീവനക്കാരനെ രാത്രി 12 മണിക്ക് ശേഷം വിളിച്ച് ജോലി നിഷേധിച്ച വിചിത്ര സംഭവം. ചേർത്തല തുറവൂർ തെക്ക് പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട പ്രകാശനാണ് ഈ ദുരനുഭവം നേരിടുന്നത്. തുറവൂർ പഞ്ചായത്ത് 10ാം വാർഡ് കയ്യാട്ടിച്ചിറ വീട്ടിൽ 58 വയസ്സുള്ള പ്രകാശനാണ് കാക്കനാട് പ്രവർത്തിക്കുന്ന വെജിറ്റബിൾ ആൻഡ് ഫുഡ് പ്രൊമോഷൻ സെന്റർ കേരള എന്ന സർക്കാർ സ്ഥാപനത്തിൽ നിന്ന് പിരിച്ചുവിടപ്പെട്ടത്. 2007 മുതൽ 2023 നവംബർ മാസം വരെ VFPCKയിൽ 17 വർഷക്കാലം താൽക്കാലിക ജോലിക്കാരനായി ജോലി ചെയ്യുകയായിരുന്നു പ്രകാശൻ. 2023 നവംബറിൽ തിരുവനന്തപുരത്ത് നടന്ന നവകേരള സദസ്സിനോടനുബന്ധിച്ച് സ്റ്റാളിൽ പ്രദർശിപ്പിക്കാനുള്ള വൃക്ഷത്തൈകളുമായി ഡ്രൈവർ ഉൾപ്പെടെ 3 പേരുമായി കാക്കനാട് നിന്നും തിരുവനന്തപുരത്തേക്ക് പ്രകാശൻ പോയിരുന്നു. മടക്കയാത്രയിൽ രാത്രി 12 മണിയോടെ ആലപ്പുഴയിൽ എത്തിയപ്പോഴാണ് സ്ഥാപന മാനേജർ ഫോണിൽ ബന്ധപ്പെട്ട് നാളെ മുതൽ ജോലിക്ക് വരേണ്ട എന്ന് അറിയിക്കുന്നത്. പിറ്റേ ദിവസം രാവിലെ ജോലി സ്ഥലത്ത് എത്തിയെങ്കിലും ജോലി നിഷേധിക്കുകയും ജാതിപ്പേര് വിളിച്ച് അധിക്ഷേപിച്ച് പുറത്താക്കുകയുമായിരുന്നു എന്ന് പ്രകാശൻ പറയുന്നു. ജോലി എന്ന് പറഞ്ഞുവിടാനുള്ള സാഹചര്യം എന്തായിരുന്നു? ജോലി എന്ന് പറഞ്ഞുവിടാനുള്ള സാഹചര്യം ഈ ജോജിക്ക മാത്യു എന്ന് പറഞ്ഞ ആള്, പിന്നെ ഈ സുനിൽപോട്, ഇവര് അവിടെ വരുന്ന വൃക്ഷത്തൈകള് ഇവരുടെ ഫാമുകളിലേക്ക്, അവരുടെ വീടുകളിലേക്ക് കയറ്റിക്കൊണ്ടുപോകും. ഞാനും യാദൃശ്യമായിട്ട് 2-3 പ്രാവശ്യം പോയായിരുന്നു. പിന്നെ ഇത് മോശമാണെന്ന് തോന്നിയപ്പോൾ ഞാൻ പറഞ്ഞു, സാറേ ഞാൻ പോണില്ല എന്ന് പറഞ്ഞു. ഇന്ന് മുതൽ പുള്ളിക്ക് എന്നോട് ഭയങ്കര വൈരാഗ്യമായി ഈ ജോജിക്ക മതി. അപ്പോൾ ഈ ഇത് മുതൽ അയാൾ എന്നെ പല പ്രാവശ്യം നമ്മുടെ ഓഫീസിനെ അകത്ത് വെച്ചും പുറത്ത് വെച്ചും ഒക്കെ വളരെയധികം ഉച്ചെടുക്കുകയും മോശമായ വർത്താനമൊക്കെ പറയാൻ തുടങ്ങിയത്. അത് അന്ന് നമ്മളങ്ങനെ കൂട്ടാക്കണില്ലായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ കുറേ ഈ 3-4 മാസമൊക്കെ കഴിഞ്ഞാണ് ഈ സംഭവം ഉണ്ടാകണത്. പിരിച്ചു വരുന്നത് നോട്ടീസ് വരുന്നോ? എങ്ങനെയായിരുന്നു? പിരിച്ചു വിട്ടതിൻ്റെ നോട്ടീസും ഒരു പേപ്പറും തരികയില്ലെന്ന് അവർ പറഞ്ഞു. നമ്മൾ ചെന്ന് ചോദിച്ചായിരുന്നല്ല. അപ്പോൾ അവർ പറഞ്ഞു, ഇവിടുന്ന് ഈ ഓഫീസിൽ നിന്ന് ഒരു നോട്ടീസും തരികയില്ലെന്ന്. ഞാൻ അവസാനം വേറെങ്കിലും ഫാമിലി കയറാൻ വേണ്ടി ഒരു
പിന്നെ ഇത് വർക്ക് ചെയ്യുന്നതിൻ്റെ ഒരു പേപ്പർ ചോദിച്ചു, അതുപോലും തരികയാണെന്ന് പറഞ്ഞു. ഞാനിപ്പോൾ 16 വർഷം ജോലി ചെയ്യും. ഇപ്പോൾ ഞാൻ 6 മാസമായിട്ട് ഞാൻ പുറത്തേക്ക് വേറൊരു ജോലി കിട്ടണില്ല. കാരണം നമ്മുടെ ചെവിയുടെ കംപ്ലൈൻറ്റ് കൊണ്ട് വേറെ കമ്പനിക്കാരും നമ്മൾ പല സ്ഥലത്തും പോയി അന്വേഷിച്ചിട്ട് ആരും എടുക്കണില്ല ഈ കാര്യം പറഞ്ഞു. അപ്പം നമ്മൾ ഒന്നെങ്കിൽ ഇവരെനിക്ക് ഇത് ജീവിക്കാനുള്ള ഒരു ആനുകൂല്യം ഈ 16 വർഷം ജോലി ചെയ്തതായിട്ട് എനിക്ക് കിട്ടും. ഞാനത് നമ്മുടെ കൃഷി വകുപ്പ് മന്ത്രിക്കും ഞാൻ പരാതി കൊടുത്തിട്ടുണ്ട്, മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്ത്, ST കമ്മീഷന് പരാതി കൊടുത്ത്. ഇയാൾ ജാതീയമായി എന്നെ ആക്ഷേപിച്ചതിൻ്റെ അവരാരും വിളിച്ചു ചോദിച്ചിട്ടില്ല. അപ്പം ഇങ്ങനെ നമ്മൾ ഓരോ ഘട്ടങ്ങളിൽ ഓരോ ആൾക്കാരെ പോയി കണ്ടിട്ട് ആരും പറഞ്ഞിട്ട് ഇവിടുന്ന് ആലപ്പുഴ ജില്ലയിൽ നിന്ന് CPIയുടെ പ്രധാനപ്പെട്ട ആൾക്കാരൊക്കെ വിളിച്ച് പറഞ്ഞതാണ്. എന്നിട്ട് ഇയാൾ സമ്മതിക്കണില്ല, ഈ രാമകൃഷ്ണൻ സാർ എന്ന് പറഞ്ഞ ആൾ. കാരണം ഒന്നെങ്കിൽ എനിക്ക് തൊഴിൽ തന്നെ, ഇല്ല എങ്കിൽ എനിക്ക് 16 വർഷത്തെ ആനുകൂല്യം വേണം, എനിക്ക് ജീവിക്കണ്ടേ. ഞാനൊരു പട്ടികജാതി പുലയ സമുദായത്തിൽപ്പെട്ട ആളായി എന്നെ മാത്രമേ ഇങ്ങനെ രാത്രി 12 മണിക്ക് പിരിച്ചു വിട്ടു, വേറെ ആരെയും വിട്ടു. ബാക്കി ആൾക്കാരെയൊക്കെ അവർ 60 വയസ്സ് കഴിഞ്ഞെന്നും പറഞ്ഞ് വിട്ടവർക്ക് അവിടെ സെൻഡ് ഓഫൊക്കെ കൊടുത്ത് നല്ല മാന്യമായ രീതിയിലാണ് വിട്ടത്. എന്നെ അങ്ങനെ വിട്ടില്ല. ജോലി തിരിച്ചു കിട്ടുന്നതിനും ജോലിയില്ലെങ്കിൽ തനിക്ക് ന്യായമായി കിട്ടേണ്ട ആനുകൂല്യങ്ങൾക്കുമായി മുഖ്യമന്ത്രി, ജില്ലാ കളക്ടർ, സ്ഥാപന ഡയറക്ടർ തുടങ്ങിയവർക്ക് നിരവധി തവണ പരാതി നൽകിയെങ്കിലും പരിഹാരമുണ്ടായില്ല. ഇന്ന് വളമംഗലത്ത് വാടക വീട്ടിൽ മകനോടൊപ്പം താമസിക്കുകയാണ് പ്രകാശൻ. ഇനിയെങ്കിലും അധികാരികളുടെ കണ്ണു തുറക്കും എന്ന പ്രത്യാശയോടെ. വളമംഗലത്തു നിന്നും പ്രസാദ് കൃഷ്ണൻകുട്ടി, ടൈം ന്യൂസ്. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ വാർഷിക പൊതുസമ്മേളനം നടന്നു. ചേർത്തല NSS യൂണിയൻ ഹാളിൽ നടന്ന സമ്മേളനം വ്യാപാരി വ്യവസായി സംസ്ഥാന പ്രസിഡന്റ് രാജു അപ്സര ഉദ്ഘാടനം ചെയ്തു. കഴിഞ്ഞ 10 വർഷം നിങ്ങൾ പരിശോധിച്ചാൽ 1 ലക്ഷത്തോളം വ്യാപാര സ്ഥാപനങ്ങൾ പൂട്ടിപ്പോയിരിക്കുന്നു. എന്തുകൊണ്ട്? വ്യാപാരമില്ല, വ്യാപാരം കുറവാണ്, കച്ചവടം ഇല്ലാതായിരിക്കുന്നു. 1 ലക്ഷം രൂപ വിറ്റ കടയിൽ 10,000 രൂപ പോലും വിൽക്കുന്നില്ല, 10,000 രൂപ വിറ്റ കടയിൽ 1000 രൂപ പോലും വിൽക്കുന്നില്ല. വലിയ കോർപ്പറേറ്റുകളും വലിയ കുത്തക മുതലാളിമാരും നമ്മുടെ ചെറുകിട മേഖലയെ അടക്കി വാഴുന്നു. നരസിംഹറാവുവിൻ്റെ ഗവൺമെൻറ്, മൻമോഹൻ സിംഗിൻ്റെ ഗവൺമെൻറ്, ഇപ്പോൾ നരേന്ദ്രമോദിയുടെ ഗവൺമെൻറ് ഒക്കെ തന്നെ കേന്ദ്ര നിയമങ്ങളൊക്കെ തന്നെ ചെറുകിട വ്യാപാര മേഖലയെ തകർക്കുന്നതിൽ കുത്തകൾക്കും കോർപ്പറേറ്റുകൾക്കും തീരെഴുതി കൊടുത്തിരിക്കുന്നു. നാം ഇന്ന് മത്സരിക്കുന്നത് നമ്മുടെ ഗ്രാമങ്ങളിലെ റിലയൻസ് പോലുള്ള ഔട്ട്ലെറ്റുമായിട്ടാണ് നാം മത്സരിക്കുന്നത്. ആയിരക്കണക്കിന് കോടി രൂപ മുടക്കിയിരിക്കുന്ന റിലയൻസിനെ പോലുള്ള കുത്തകളുമായി വെറും 10,000 മുടക്കിയ പാവപ്പെട്ട കൊച്ചു കച്ചവടക്കാർ മത്സരിക്കുകയാണ്. പിടിച്ചു നിൽക്കാനാകാതെ തളർന്നു വീഴുകയാണ്. ഇപ്പം 20 കോടി ജനങ്ങളുടെ ഉപജീവന മാർഗമാണ് ചെറുകിട വ്യാപാര മേഖല. ഈ മേഖല പൂട്ടപ്പെടുന്നതോടൊപ്പം ഇല്ലാതാകുന്നതോടൊപ്പം സംഭവിക്കാൻ പോകുന്ന എന്താണ്? ഈ രാഷ്ട്രത്തിലെ 20 കോടി കുടുംബങ്ങൾ തൊഴിലില്ലാത്തവരായി അവരുടെ ഉപജീവനത്തിന് ബുദ്ധിമുട്ടുമ്പോൾ രാജ്യം ലോകത്തിനു മുന്നിൽ ദാരിദ്ര്യരേഖയിൽ വളരെ താഴെ പോകും. 10-15 കോർപ്പറേറ്റുകളുടെ പോക്കറ്റ് വീർക്കുമ്പോൾ 20 കോടി കുടുംബങ്ങൾ കണ്ണീരാഴുന്ന കാഴ്ചയാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. ചേർത്തല യൂണിറ്റ് പ്രസിഡന്റ് ജോസ് കൂമ്പയിൽ അധ്യക്ഷനായി. നഗരസഭ ചെയർപേഴ്സൺ ഷെർലി ഭാർഗവൻ അവാർഡുകൾ നൽകി. സ്റ്റേറ്റ് സെക്രട്ടേറിയറ്റ് അംഗം വി സബിൻ രാജ വ്യാപാരികളെ ആദരിക്കലും അവാർഡ് ദാനവും നടത്തി. നിരവധി പ്രമുഖർ ചടങ്ങിൽ പങ്കെടുത്തു. തുടർന്ന് കണക്കും റിപ്പോർട്ടും അവതരണം, പുതിയ ഭാരവാഹി തിരഞ്ഞെടുപ്പ്, കലാവിരുന്ന എന്നിവയും ഒരുക്കിയിരുന്നു. യൂണിറ്റ് ട്രഷറർ ജിജിമോൻ നന്ദിയും പറഞ്ഞു. ടൈനോസ് ചേർത്തല. മുൻ കേന്ദ്രമന്ത്രി വയലാർ രവിയുടെ രാഷ്ട്രീയ ജീവിതത്തിലെ ചരിത്ര സംഭവങ്ങൾ കോർത്തിണക്കിക്കൊണ്ടുള്ള സുവനീർ പ്രകാശിപ്പിച്ചു. AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ പ്രകാശന കർമ്മം നിർവഹിച്ചു. വയലാർജി സെലിബ്രേഷൻ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ വയലാർജി സമ്പൂർണ്ണ ജീവചരിത്ര ഗ്രന്ഥം AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ രഞ്ജി പണിക്കർക്ക് നൽകി പ്രകാശനം ചെയ്തു. ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്ക് പോലും അവരുടെ ഇടതുപക്ഷ സ്വഭാവം കൈമോശം വരുന്ന കാലഘട്ടമാണ്. അവർ പേരിന് മാത്രമേ ഇടതുപക്ഷമുള്ളൂ, നയങ്ങളിൽ ഇടതുപക്ഷമില്ല, ആശയങ്ങളിൽ ഇടതുപക്ഷമില്ല, നിലപാടുകളിലില്ല. പേര് ഇടതുപക്ഷമാണ്. പക്ഷെ കേരളത്തിലെ കോൺഗ്രസിൻ്റെ പേരിൽ ഇടതുപക്ഷമുണ്ടാകില്ല. നയങ്ങളിൽ ഇടതുപക്ഷമുണ്ട്, നിലപാടുകളിൽ ഇടതുപക്ഷമുണ്ട്, പോരാട്ടത്തിൽ ഇത്തരം നിലപാടുകളിലേക്ക് കേരളത്തിലെ കോൺഗ്രസിനെ കൊണ്ടുവരുന്നതിൽ നിർണായക പങ്ക് വഹിച്ച നേതാവാണ് ശ്രീ വയലാർ രവി എന്നുള്ള കാര്യം അഭിമാനത്തോടെ തന്നെ പറയാൻ സാധിക്കും. ആന്റണിയും അതുപോലെ തന്നെ. അപ്പം അതുകൊണ്ട്
ഇന്നത്തെ ദേശീയ രാഷ്ട്രീയം എന്ന് പറയുന്നത് വയലാറിൻ്റെ ജാതിയുടെയും മതത്തിൻ്റെയും സമ്മർദ്ദങ്ങളിൽ പെട്ടു നിൽക്കുന്ന രാഷ്ട്രീയത്തിലേക്കാണ് കൊണ്ടുപോകുന്നത്. ജനങ്ങളുടെ പ്രശ്നങ്ങൾക്കൊന്നിനും മറുപടി പറയാതെ ജനങ്ങളെ തമ്മിലടിപ്പിക്കാനും വേണ്ടി മാത്രം വിട്ടുകൊടുക്കുന്ന, അതിലൂടെ രാഷ്ട്രീയത്തെ ഉപയോഗിക്കാൻ ശ്രമിക്കുന്ന ഭരണകൂടം, സത്യത്തിൽ അത് ഭരണകൂട ഭീകരതയാണ്. ആ ഭീകരത നിലനിൽക്കുന്ന രാജ്യമായി നമ്മുടെ രാജ്യത്തെ മാറ്റുകയാണ്. അഡ്വക്കേറ്റ് എം ലിജു അധ്യക്ഷനായി. രാജീവ് ആലിങ്കൽ, എ ഷുക്കൂർ, XMLA ഡി സുഗതൻ, KP ശ്രീകുമാർ, CK ഷാജിമോഹൻ, KR രാജേന്ദ്രപ്രസാദ്, T സുബ്രഹ്മണ്യദാസ്, അഡ്വക്കേറ്റ് VN അജയൻ, KC ആന്റണി, TS രഘുവരൻ തുടങ്ങി നിരവധി പ്രമുഖർ ചടങ്ങിൽ പങ്കെടുത്തു. ടൈനോസ് ചേർത്തല. അപൂർവ ചാരിറ്റബിൾ സൊസൈറ്റി ഒരുക്കുന്ന അപൂർവ മംഗല്യം 2024 മെയ് 2 വ്യാഴാഴ്ച ആലപ്പുഴ ലജ്നത്തുൽ മുഹമ്മദിയ സുവർണ ജൂബിലി ഹാളിൽ നടക്കുമെന്ന് സംഘാടകർ ആലപ്പുഴയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. പൂർവ ചാരിറ്റബിൾ ട്രസ്റ്റ് അവിടെ ആലപ്പി ബേസ്ഡ് ആയിട്ട് ഒരു സ്ത്രീകളുടെ ഒരു കൂട്ടായ്മയാണ്. ബേസിക്കലി സപ്പോർട്ട് ആവശ്യമുള്ള ആളുകളെ നമ്മളെ ആകാവുന്ന വിധം സഹായിക്കാൻ പറ്റുന്ന രീതിയിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു കാര്യം മുൻനിർത്തിയാണ് ഈ അപൂർവ ചാരിറ്റബിൾ ട്രസ്റ്റ് തുടങ്ങിയിരിക്കുന്നത്. ഞാനും സാറുമാണ്, കമാൽ മാക്കി സാറുമാണ് ഇതിൻ്റെ പേട്രൻസ് ആയിട്ടുള്ളത്. നമ്മുടെ പ്രസിഡൻറ്റും സെക്രട്ടറി ഷീല ചേച്ചിയും ഡോക്ടർ ഷമീന പ്രസിഡൻ്റാണ്. നമ്മളിപ്പം ഇതിൻ്റെ ഒരു പ്രൊമോഷനായിട്ട് കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ഞങ്ങളിവിടെ ഒരു ഗസൽ ഗാനസന്ധ്യ നടത്തിയിരുന്നു. ഈ സമൂഹ വിവാഹത്തിൻ്റെ ഒരു പ്രൊമോഷണൽ ഇവൻ്റായിട്ട് ഞങ്ങൾ പിന്നെ റെഗുലറായിട്ട് ചാരിറ്റി നമുക്ക് ചെയ്യാൻ പറ്റുന്ന പോലെയുള്ള ചെറിയ ചെറിയ രീതിയിലുള്ള ചാരിറ്റികൾ ചെയ്യാറുണ്ട്. ഇപ്പം നമ്മുടെ ഇപ്പോഴത്തെ ഈ വിവാഹം, സമൂഹ വിവാഹം നമ്മൾ ഉദ്ദേശിച്ചിരിക്കുന്നത് മെയ് 2 ഇവിടെ ആലപ്പുഴ വെച്ച് തന്നെ നടത്താനാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. 3 കപ്പിൾസിനെയാണ് ഞങ്ങൾ ആക്ച്വലി ഇരുന്നത്. ഒരു ഹിന്ദു വധുവരനും ഒരു ക്രിസ്ത്യൻ വധുവരനും ഒരു മുസ്ലിം കപ്പിൾ, അങ്ങനെ 3 കപ്പിൾസിനെയാണ് നമ്മൾ ഉദ്ദേശിച്ചിരുന്നത്. അപ്പം ഞങ്ങൾക്ക് ചില സാങ്കേതിക കാരണങ്ങളാൽ ഞങ്ങൾക്ക് ഒരു കപ്പിളിൻ്റെ, ക്രിസ്ത്യൻ കപ്പിളിൻ്റെ കുറച്ച് ഞങ്ങൾക്ക് കറക്റ്റായിട്ട് അതൊരു കിട്ടിയ ഒരു കപ്പിൾ അത്ര നമുക്ക് നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് ചെക്കിൽ ക്ലിയർ ആയില്ല. അപ്പം അതൊന്നും ഞങ്ങളൊന്ന് മാറ്റി വെച്ചിരിക്കുകയാണ്. അപ്പം സെക്കൻഡിന് ഞങ്ങളിപ്പോൾ 2 വിവാഹമാണ് ഇവിടെ നടത്താനായിട്ട് ഉദ്ദേശിക്കുന്നത്. പക്ഷേ ഞങ്ങൾ മറ്റേ 3ാമത്തെ വിവാഹം വിത്തിൻ 3 months ഇതേപോലെ തന്നെ നടത്തും. പക്ഷെ ഞങ്ങളുടെ സെർച്ച് നിർത്തിയിട്ടില്ല. ഞങ്ങളിപ്പോഴും നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾക്ക് കറക്റ്റായിട്ട് നമ്മുടെ റിക്വയർമെൻറ്റ്സ് മീറ്റ് ചെയ്യുന്ന, തീരെ നിവൃത്തിയില്ലാത്ത ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുള്ള ആളുകളെയാണ് നമ്മൾ വിവാഹത്തിനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം അങ്ങനെ നമുക്ക് കറക്റ്റായിട്ടുള്ളൊരു കപ്പിളിനെ ക്രിസ്ത്യൻ ബാക്ക്ഗ്രൗണ്ടിൽ കിട്ടുവാണെങ്കിൽ അവരുടെയും കൂടെ ഈ 2ാം തീയതി തന്നെ നടത്താനാണ് ഉദ്ദേശിക്കുന്നത്. കിഴക്കിൻ്റെ വെനീസായ ആലപ്പുഴയിലെ വനിതകൾ തുടങ്ങിയ അപൂർവ ചാരിറ്റബിൾ സൊസൈറ്റി ഇന്ന് ജില്ലയുടെ വിവിധ ഭാഗങ്ങളിലും കോട്ടയം, എറണാകുളം, തിരുവനന്തപുരം ജില്ലകളിലുമായി പ്രവർത്തിച്ചു വരികയാണ്. ജാതിമത രാഷ്ട്രീയ ചിന്തകൾക്ക് അതീതമായി ഒറ്റക്കെട്ടായി സാമൂഹ്യ സേവനത്തിന് പ്രാധാന്യം നൽകി പ്രവർത്തിക്കുന്ന സാധാരണക്കാരായ സ്ത്രീകളുടെ കൂട്ടായ്മയാണ് അപൂർവ ചാരിറ്റബിൾ സൊസൈറ്റി. രൂപീകൃതമായ നാൾ മുതൽ കിടപ്പ് രോഗികൾക്ക് ആവശ്യമായ ഉപകരണങ്ങൾ നൽകിയും മരുന്ന് വാങ്ങുന്നതിനും മറ്റും സാമ്പത്തിക പ്രയാസം അനുഭവിക്കുന്നവർക്ക് ചികിത്സാ സഹായം നൽകിയും എല്ലാ ആഘോഷങ്ങളിലും അർഹരായവരിലേക്ക് സഹായമെത്തിക്കുകയും ചെയ്യുന്നു. തങ്ങളുടെ സ്വന്തം സമ്പാദ്യത്തിൻ്റെ ഒരു വിഹിതം നീക്കിവെച്ചുകൊണ്ട് അപൂർവ സഹോദരിമാർ തുടങ്ങിയ സേവനങ്ങൾക്ക് സുമനസ്സുകളുടെ സഹായവും കരുത്തായി. മതമൈത്രിക്ക് പേരുകേട്ട നമ്മുടെ ഈ കേരളത്തിൽ വ്യത്യസ്ത ശബ്ദമായി മാറണമെന്ന ചിന്ത ഇവരെ അപൂർവ മാംഗല്യം എന്ന ലക്ഷ്യത്തിലേക്ക് എത്തിച്ചു. 3 മതവിഭാഗങ്ങളിലും പെട്ട ഓരോ പെൺകുട്ടികളുടെയെങ്കിലും വിവാഹ സ്വപ്നം സാക്ഷാത്കരിക്കുക എന്നതാണ് ലക്ഷ്യം. പ്രസ്തുത ചടങ്ങിലേക്ക് എല്ലാവരെയും ക്ഷണിക്കുന്നതായി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. 18ാം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വ്യാപാര സമൂഹം ഒറ്റക്കെട്ടായി LDFനെ പിന്തുണയ്ക്കുന്നുവെന്ന് ഭാരവാഹികൾ ആലപ്പുഴയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. രാഷ്ട്രീയപരമായിട്ടും വ്യാപാര മേഖലയിലുമുണ്ടായ രാജ്യത്തിൻ്റെ മതനിരപേക്ഷതയും ജനാധിപത്യവും ഫെഡറലിസവും ഒക്കെ നിലനിൽക്കുവാൻ വേണ്ടിയുള്ള ഏതൊരു മനുഷ്യൻ്റെയും നിലനിൽപ്പിന് പോലെ തന്നെ വ്യാപാര മേഖലയിൽ നിലനിൽക്കേണ്ടതായിട്ടുണ്ട്. ആലപ്പുഴയിൽ ശ്രീ AM ആരിഫിനെയും മാവേലിക്കരയിൽ CA അരുൺകുമാറിനെയും വിജയിപ്പിക്കുന്നതിനുള്ള മുഴുവൻ സമയ പ്രവർത്തകരായി മുഴുവൻ വ്യാപാരികളും ഇറങ്ങുകയാണ്. വ്യാപാര സമൂഹം ആകമാനം ഇടതുപക്ഷത്തോടൊപ്പം നിന്നുകൊണ്ട് ഇടതുപക്ഷത്തിന് കരുത്തുപകരുന്ന രാജ്യത്തിൻ്റെ ജനാധിപത്യവും മതേതരത്വവും സോഷ്യലിസവും നടപ്പിലാക്കുവാനും മനുഷ്യരെല്ലാം ഒന്നാണെന്ന് കാണുന്ന ഒരു സമൂഹമുണ്ട്. ആ സമൂഹത്തെ ലോകത്തിൻ്റെ മുമ്പിൽ ഇന്ത്യയെ നിലനിർത്തിയത് ആ മതേതര രാജ്യമാണെന്നുള്ള
തിരിച്ചറിവിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കാനായിട്ടാണെങ്കിൽ ഇനി വരും ദിവസങ്ങളിൽ ഇലക്ഷൻ്റെ അന്നുവരെയുള്ള ദിവസങ്ങളിൽ വളരെ ജാഗരൂകരായി പ്രവർത്തനത്തിൽ ഇറങ്ങുകയാണ്. ഇന്ത്യ മഹാരാജ്യത്തിന്റെ നിലനിൽപ്പിനെ തന്നെ ചോദ്യം ചെയ്യുന്ന 18ാം ലോക്സഭാ തെരഞ്ഞെടുപ്പിന് നാട് തയ്യാറെടുത്തുകൊണ്ടിരിക്കുമ്പോൾ പൗരന്റെ മൗലിക അവകാശത്തെ തന്നെ പാടെ തകർത്തെറിയുന്ന വർഗീയ ഫാസിസ്റ്റ് ശക്തികൾക്ക് ശക്തമായ തിരിച്ചടി നൽകേണ്ടത് ലോക്സഭാ തെരഞ്ഞെടുപ്പിലൂടെ മതേതരത്വ ഇന്ത്യയിലെ ഓരോ പൗരന്റെയും കടമയാണ്. സ്വാതന്ത്ര്യ ഇന്ത്യ ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത കരിനിയമങ്ങൾ പൗരന്റെ മേൽ അടിച്ചേൽപ്പിച്ച് മുൻപോട്ട് പോകുന്ന BJP ഭരണകൂടം നിത്യോപയോഗ സാധനങ്ങളുടെ വിലക്കയറ്റത്തിലൂടെ സാധാരണ പൗരന്റെ ജീവിതത്തെ താറുമാറാക്കി. അശാസ്ത്രീയമായ നികുതി പരിഷ്കാരം, നോട്ട് നിരോധനം തുടങ്ങി നിരവധി പ്രതിസന്ധികൾ സൃഷ്ടിച്ച BJP ഗവൺമെൻറ് ഇന്ത്യ മഹാരാജ്യത്തെ ചെറുകിട ഇടത്തരം വ്യാപാരികളെയും തകർത്തു. സ്വാതന്ത്ര്യ ഇന്ത്യയുടെ നിലനിൽപ്പിനായുള്ള പോരാട്ടത്തിൽ ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിൽ നിന്നും മത്സരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് AM ആരിഫിൻ്റെയും മാവേലിക്കര ലോക്സഭാ മണ്ഡലത്തിലെ CA അനിൽകുമാറിൻ്റെയും വിജയത്തിനായി ഇനിയുള്ള ദിവസങ്ങളിൽ വ്യാപകമായ പ്രവർത്തനങ്ങൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. സമിതി ജില്ലാ പ്രസിഡന്റ് MM ഷറീഫ്, സെക്രട്ടറി S ശരത്, ട്രഷറർ PC മോനിച്ചൻ, സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി TV ബൈജു, BS അഫ്സൽ, KX ജോപ്പൻ തുടങ്ങിയവർ പങ്കെടുത്തു. ടൈനൂസ്, ആലപ്പുഴ. പ്രസിദ്ധമായ എടത്വ പള്ളിയിലെ തിരുനാൾ ഏപ്രിൽ 27 മുതൽ മെയ് 7 വരെ നടക്കുമെന്ന് ഭാരവാഹികൾ ആലപ്പുഴയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. എല്ലാ വർഷങ്ങളിലും ഏപ്രിൽ മാസം 27 മുതൽ മെയ് മാസം 14 വരെ നീണ്ടു നിൽക്കുന്ന തിരുനാൾ ആഘോഷ പരിപാടികളാണ് നടത്താറുള്ളത്. ഈ വർഷവും പതിവ് പോലെ 27-ാം തീയതി രാവിലെ 7 മണിക്ക് കൊടിയേറ്റുന്നതും മെയ് മാസം 14-ാം തീയതി വൈകുന്നേരമുള്ള പ്രദക്ഷിണത്തോടുകൂടി തിരുനാൾ അവസാനിക്കുന്നതുമാണ്. ഏപ്രിൽ മാസം 27 മുതൽ പ്രധാന തിരുനാളായ മെയ് 7 വരെയാണ് കൂടുതൽ ആളുകൾ ഈ തിരുനാൾ ആഘോഷങ്ങളിൽ പങ്കെടുക്കുന്നത്. 3-ാം തീയതി രാവിലെയാണ് പ്രസിദ്ധമായ വിശുദ്ധ ഗീവർഗീസിന്റെ തിരുസ്വരൂപം സാധാരണഗതിയിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്ന പ്രധാന അൾത്താരയിൽ നിന്നും ദേവാലയത്തിന്റെ കവാടത്തിലേക്ക് മാറ്റി പ്രതിഷ്ഠിക്കുന്നത്. 7-ാം തീയതിയുള്ള ആഘോഷമായ പ്രദക്ഷിണം വരെ ദേവാലയ കവാടത്തിന്മേലായിരിക്കും വിശുദ്ധന്റെ തിരുസ്വരൂപം പ്രതിഷ്ഠിച്ചു വച്ചിരിക്കുക. സീറോ മലബാർ പാരമ്പര്യത്തിൽ 24-നാണെങ്കിലും എടത്വയിലെ പെരുന്നാൾ മേടം 14 മുതൽ 24 വരെ തീയതികളിൽ നടക്കും. മേടമാസത്തിൽ നടക്കുന്ന തിരുനാളായതിനാൽ പെരുന്നാൾ എന്നാണ് സാധാരണ പറയുക. 1980 മുതൽ കൊടിയിറക്കു തിരുനാൾ കൂടി കൂട്ടിച്ചേർത്തുകൊണ്ട് തിരുനാൾ ആഘോഷങ്ങൾ മെയ് 14 വരെ നീട്ടിയിട്ടുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട ദിവസങ്ങൾ മേടം 23, 24 എന്നിവയാണ്. കേരളം, തമിഴ്നാട്, ആന്ധ്ര, കർണാടക എന്നീ സംസ്ഥാനങ്ങളിൽ നിന്നും ഉത്തരേന്ത്യയിൽ നിന്നും വരെ ലക്ഷക്കണക്കിന് തീർത്ഥാടകരാണ് പുണ്യവാളനെ വണങ്ങി പ്രാർത്ഥിച്ച് നേർച്ചയിട്ട് മടങ്ങുക. എടത്വ പള്ളിയിൽ എത്തുന്ന തീർത്ഥാടകരിൽ സിംഹഭാഗവും ദക്ഷിണ തിരുവിതാംകൂറിലും തമിഴ്നാട്ടിലെ സമീപ പ്രദേശങ്ങളിൽ നിന്നുള്ളവരുമാണ്. ആലപ്പുഴയിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ ഫാദർ ഫിലിപ്പ് വൈക്കത്തുകാരൻ, ജെയ്സപ്പൻ മത്തായി, ബിനോയ് മാത്യു, സോജൻ സെബാസ്റ്റ്യൻ തുടങ്ങിയവർ പങ്കെടുത്തു. ടൈനോസ്, ആലപ്പുഴ. എഴുപുന്ന നീണ്ടകര സെന്റ് മാർട്ടിൻ സ്കൂളിൽ പൂർവ്വ വിദ്യാർത്ഥി സംഗമം സംഘടിപ്പിച്ചു. ഓർമ്മച്ചെപ്പ് എന്ന പേരിലാണ് പൂർവ്വ വിദ്യാർത്ഥി സംഗമം ഒരുക്കിയത്. 1986-ലെ 1-ാം ക്ലാസ് വിദ്യാർത്ഥികളുടെ പൂർവ്വ വിദ്യാർത്ഥി സംഗമമാണ് നടന്നത്. എഴുപുന്ന നീണ്ടകര സെന്റ് മാർട്ടിൻ സ്കൂളിൽ നടന്ന പരിപാടിയിൽ പൂർവ്വ വിദ്യാർത്ഥിയും വ്യവസായിയുമായ ജീൻ വിക്ടർ അധ്യക്ഷത വഹിച്ചു. അധ്യാപികയായ ആൻഡ്രീസ സിസ്റ്റർ സംഗമം ഉദ്ഘാടനം ചെയ്തു. തുടർന്ന് സെൽഫ് ഇൻട്രൊഡക്ഷനും സമ്മാന വിതരണവും അധ്യാപകരെ ആദരിക്കലും നടന്നു. മൺമറഞ്ഞ പൂർവ്വ വിദ്യാർത്ഥികളായ ആശയ്ക്കും പ്രകാശനും സംഗമം സ്മരണാഞ്ജലി നേർന്നു. സച്ചു KP സ്വാഗതവും അഗസ്റ്റിൻ ബിനു നന്ദിയും പറഞ്ഞു. ടൈം ന്യൂസ്, ചേർത്തല. പട്ടികജാതി പട്ടികവർഗ എംപ്ലോയീസ് ആൻഡ് പെൻഷനേഴ്സ് വെൽഫെയർ അസോസിയേഷന്റെ ജില്ലാ സമ്മേളനം നടന്നു. ചേർത്തല വുഡ്ലാൻഡ്സ് ഓഡിറ്റോറിയത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചിരുന്നത്. പട്ടികജാതി പട്ടികവർഗ എംപ്ലോയീസ് ആൻഡ് പെൻഷനേഴ്സ് വെൽഫെയർ ഓർഗനൈസേഷന്റെ ആഭിമുഖ്യത്തിൽ ജില്ലാ സമ്മേളനം നടന്നു. ചേർത്തല വുഡ്ലാൻഡ്സ് ഓഡിറ്റോറിയത്തിൽ നടന്ന സമ്മേളനം സംസ്ഥാന പ്രസിഡന്റ് രാജേഷ് ഓൾനാടിയൻ ഉദ്ഘാടനം ചെയ്തു. അപ്പോ കഴിഞ്ഞ ഒരു വർഷമായി ഹൈസ്കൂൾ കണക്ക് പഠിപ്പിക്കുന്നതിനിടയിൽ സമയം കണ്ടെത്തിക്കൊണ്ട് ഞാനും രാജേന്ദ്ര സാറും മുരളി സാറിനെ പോലുള്ള കുറെ ആളുകൾ ചേർന്നുകൊണ്ട് കേരളത്തിൽ ഈ സംഘടനയെ ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടി ശ്രമിച്ചുകൊണ്ടേയിരിക്കുകയായിരുന്നു. കഴിഞ്ഞ
കഴിഞ്ഞ ഒരു വർഷം ഇതിൽ ആദ്യം നടന്നത് കാസർഗോഡ് ജില്ലയിലാണ് ഇതിന്റെ കുടുംബസംഗമവും ജില്ലാ സമ്മേളനം നടന്നിരുന്നത്. അതിൽ 300 പേര് പങ്കെടുത്ത ഒരു സമ്മേളനം കുടുംബസംഘമായിരുന്നു. കേരളത്തിൽ ഈ സംഘടനയുടെ ആദ്യത്തെ കാസർഗോഡ് ജില്ലയിലെ കുടുംബസംഗമം ജില്ലാ സമ്മേളനം. അത് കഴിഞ്ഞ് നമ്മൾ 13 ജില്ലകളെയും ശ്രദ്ധിച്ചുകൊണ്ടേയിരിക്കുകയാണ്. കേവലം 25 പേരും 40, 50, 60, 100 പേരുമുള്ള വാട്സപ്പ് ഗ്രൂപ്പിന്റെ ഒരു കൂട്ടായ്മ മാത്രമേ കാസർഗോഡ് ജില്ലയല്ലാതെ 13 ജില്ലകൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് സത്യം. അതിനിടയിൽ കൊല്ലം, പാലക്കാട്, ഇതുപോലെ എറണാകുളം പോലുള്ള ജില്ലയിൽ രാജേന്ദ്ര സാറിനെ പോലുള്ള ആളുകൾ ചെറിയ ചെറിയ പരിപാടികളും കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്നുണ്ടായിരുന്നു. അങ്ങനെ ഓരോ ഗ്രൂപ്പിലും നമ്മൾ പതുക്കെ ഇടപെട്ടുകൊണ്ട് ഞാൻ അങ്ങനെ പറയുന്നതിനാല് ജില്ലാ പ്രസിഡന്റ് VP സ്വാമിനാഥൻ അധ്യക്ഷനായി. സംസ്ഥാന സെക്രട്ടറി രമേശ് പുന്നത്തിരിയൻ മുഖ്യപ്രഭാഷണം നടത്തി. സംസ്ഥാന ട്രഷറർ CS രാജേന്ദ്രൻ ആശംസ നേർന്നു. ട്രഷറർ അജയ് കുമാർ KP കണക്ക് അവതരിപ്പിച്ചു. ജില്ലാ സെക്രട്ടറി വയലാർ ധനഞ്ജയൻ സ്വാഗതം പറഞ്ഞു. ടൈനൂസ് ചേർത്തല. ചേർത്തല കുന്നത്ത് ഹനുമൽ സ്വാമി ക്ഷേത്രത്തിലെ ഭദ്രകാളി ദേവി പ്രതിഷ്ഠ നടന്നു. നിരവധി ഭക്തജനങ്ങൾ പങ്കെടുത്തു. ഏപ്രിൽ 13 മുതൽ 23 വരെയാണ് ക്ഷേത്രത്തിലെ ശ്രീമദ് ഭാഗവത സപ്താഹവും പ്രശ്നപരിഹാര കർമ്മങ്ങളും ഭദ്രകാളി ദേവി ക്ഷേത്ര പ്രതിഷ്ഠയും പ്രതിഷ്ഠാവാർഷികവും ഹനുമൻ ജയന്തി തിരുവുത്സവവും നടക്കുക. ഏപ്രിൽ 21 രാവിലെ പതിവ് പൂജകൾക്ക് ശേഷം പരികലശ പൂജയും അധിവാസം വിടർത്തൽ, ഹനുമാൻ സ്വാമിക്ക് ഉദയാസ്തമന പൂജ, ശ്രീരാമഭക്ത ഹനുമാൻ പൂജ തുടങ്ങിയവയും നടന്നു. തുടർന്ന് അഭിജിത്ത് മുഹൂർത്തത്തിൽ ഉത്തരം നക്ഷത്രത്തിൽ ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ മുരളീധരൻ നമ്പൂതിരിയുടെ നേതൃത്വത്തിൽ ഭദ്രകാളി ദേവി പ്രതിഷ്ഠ പൂജയും നടന്നു. തുടർന്ന് കലശാഭിഷേക പൂജ, അഷ്ടബന്ധ സ്ഥാപനം, പടിത്തരം നിശ്ചയിക്കൽ എന്നിവയും നടന്നു. നിരവധി ഭക്തജനങ്ങൾ ചടങ്ങിൽ പങ്കാളികളായി. ഏപ്രിൽ 23-നാണ് തിരുവുത്സവ പ്രതിഷ്ഠയും വാർഷികവും ഹനുമൽ ജയന്തി മഹോത്സവവും. ടൈം ന്യൂസ് ചേർത്തല. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ജില്ലയിൽ 2 കൂടി പക്ഷിപ്പനി എന്ന സംശയം. അമ്പലപ്പുഴ വടക്ക് മുട്ടാർ പഞ്ചായത്തുകളിലാണ് താറാവുകൾക്ക് രോഗമുള്ളതായി സംശയിക്കുന്നത്. ചത്ത താറാവുകളിൽ നിന്ന് സാമ്പിളുകൾ ശേഖരിച്ച് ഭോപ്പാലിലെ അതിസുരക്ഷാ പക്ഷി രോഗനിർണയ ലാബിലേക്ക് അയച്ചു. മുൻ കേന്ദ്രമന്ത്രി വയലാർ രവിയുടെ രാഷ്ട്രീയ ജീവിതത്തിലെ ജീവചരിത്രങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള സുവനീർ പ്രകാശനം നടന്നു. AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ പ്രകാശന കർമ്മം നിർവഹിച്ചു. 17 വർഷം ജോലി നോക്കിയ താൽക്കാലിക ജോലിക്കാരനെ സർക്കാർ സർവീസിൽ നിന്നും രാത്രി 12 മണിക്ക് ഫോണിൽ വിളിച്ച് ജോലി നിഷേധിച്ച വിചിത്ര സംഭവം. തുറവൂർ വളമംഗലം തെക്ക് കൂറ്റുചിറയിൽ പട്ടികജാതിക്കാരനായ പ്രകാശനാണ് ഈ ദുരനുഭവം നേരിടുന്നത്. പ്രസിദ്ധമായ എടത്വ പള്ളിയിലെ തിരുനാൾ ഏപ്രിൽ 27 മുതൽ മെയ് 7 വരെ നടക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി സംഘാടകർ. ഇതോടെ വാർത്തകൾ പൂർണ്ണമായി. നമസ്കാരം.